ലോകത്തിലെ തന്നെ മികച്ച ഇതിഹാസ കഥകളിലൊന്നാണ് മഹാഭാരതം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടാകില്ല. 18 പർവ്വതങ്ങളിലായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള 1,00,000-ഓളം ശ്ലോകങ്ങളിലായിട്ടാണ് ഈ കാര്യം വിവരിച്ചിട്ടുള്ളത്, മഹാഭാരതം വിവരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇത്രയും ബൃഹത്തായിട്ടുള്ളൊരു ഗ്രന്ഥത്തെ ഒരു 30 മിനിറ്റിനകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ഒരു കഥാതന്തു നിങ്ങളോട് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്രയേറെ ശ്രമകരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്നിരുന്നാലും അങ്ങനെയൊരു ശ്രമം നടത്തി നോക്കുകയാണ്. കാരണം പരിപൂർണമായിട്ട് മഹാഭാരതം കേൾക്കാതെ തന്നെ അതിലെ അടങ്ങിയിരിക്കുന്ന കഥാതന്തു എന്താണെന്നുള്ളതെന്ന് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളൊരു കേവലമായിട്ടുള്ള ദൗത്യം. അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി. ഇത് 2 തരത്തിൽ നിങ്ങൾക്കിത് കേൾക്കാം. ഒന്നാമതായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നതിൽ ഏതെങ്കിലും പ്രധാന ഭാഗങ്ങൾ വിട്ടുപോകുന്നുണ്ടോ എന്നുള്ളൊരു കാഴ്ചപ്പാടോടെ വീക്ഷിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ മഹാഭാരതത്തിൻ്റെ കഥാതന്തു എന്താണെന്ന് അറിയാനായിട്ട് കാണാം. 2 തരത്തിലായാലും കുഴപ്പമില്ല. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ കുറിച്ചിട്ട് പോകാവൂ. ഓക്കെ. കുരുവംശ രാജാവായ ശന്തനുവിന് ഗംഗാദേവിയിൽ പിറന്ന മകനാണ് ദേവവ്രതൻ. ഒരിക്കൽ ശന്തനു മഹാരാജാവ് മുക്കുവ രാജാവിൻ്റെ മകളായ സത്യവതിയെ കണ്ടിട്ട് അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ജനിക്കുന്ന പുത്രന് രാജ്യാവകാശം നൽകിയെങ്കിൽ മാത്രമേ മകളെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് സത്യവതിയുടെ അച്ഛൻ പറയുന്നു. ആ ഒരാവശ്യം സാധിച്ചു കൊടുക്കാനാകില്ലല്ലോ എന്ന ചിന്തയിൽ ശന്തനു മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് തിരികെ പോന്നു. തൻ്റെ പിതാവിൻ്റെ മനോഗതം മന്ത്രിയിൽ നിന്നും മനസ്സിലാക്കിയ ദേവവ്രതൻ സത്യവതിയുടെ പിതാവിനെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ ആവശ്യം താൻ അംഗീകരിക്കുന്നുവെന്നും താൻ ഒരിക്കലും സിംഹാസനവും രാജ്യാവകാശവും ഒന്നും തന്നെ ആവശ്യപ്പെടില്ല എന്നും അറിയിച്ചു. ഭാവിയിൽ ദേവവ്രതൻ വിവാഹം കഴിച്ച് അതിലുണ്ടാകുന്ന പുത്രന്മാർ രാജ്യാവകാശം ചോദിച്ചാൽ എന്തു ചെയ്യുമെന്ന മുക്കുവൻ്റെ ചോദ്യത്തിന് ദേവവ്രതൻ മറുപടി നൽകിയത് താൻ മരണം വരെ ബ്രഹ്മചാരിയായിരിക്കുമെന്ന ഉഗ്രപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ്. തുടർന്ന് തൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം സത്യവതിയുമായുള്ള വിവാഹം നടത്തി നൽകുന്നു. ശന്തനുവിന് സത്യവതിയിൽ ചിത്രാംഗതൻ, വിചിത്രവീര്യൻ എന്നിങ്ങനെ 2 പുത്രന്മാർ ജനിച്ചു. ഇതിൽ ചിത്രാംഗതൻ യൗവനാരംഭത്തിൽ തന്നെ ഒരു ഗന്ധർവനുമായുണ്ടായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വിചിത്രവീര്യനാകട്ടെ പൊതുവിൽ അനാരോഗ്യവാനായൊരു രാജകുമാരനായിരുന്നു. ആയിടയ്ക്ക് കാശി രാജാവ് തൻ്റെ പെൺമക്കളായ അംബ, അംബിക, അംബാലിക എന്നീ കുമാരിമാരുടെ സ്വയംവരം പ്രഖ്യാപിച്ചു. എന്നാൽ വിചിത്രവീരന് അവിടേക്ക് ക്ഷണമുണ്ടായിരുന്നുമില്ല. ഇതറിഞ്ഞ ഭീഷ്മർ ആയുധധാരിയായി സ്വയംവരം നടക്കുന്ന സഭയിൽ ചെന്നിട്ട് ആ 3 രാജകുമാരിമാരെയും അപഹരിച്ച് ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുവരുന്നു. തന്നോട് ഏറ്റുമുട്ടിയ എല്ലാവരെയും പരാജയപ്പെടുത്തിയ ഭീഷ്മർ ആ 3 കുമാരിമാരെയും വിചിത്രവീരനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാനൊരുങ്ങവേ അവരിലെ അംബ എന്ന കുമാരിക്ക് സാലുൺ എന്ന രാജാവുമായി പ്രണയമുണ്ടെന്നും വിവാഹിതരാകാൻ തീരുമാനിച്ചിരുന്നതാണെന്നൊക്കെയുള്ള കാര്യം ഭീഷ്മരോട് വെളിപ്പെടുത്തുന്നു. ആ വിവരം അറിഞ്ഞ ഭീഷ്മർ അവർക്ക് എല്ലാവിധ ആദരവും നൽകി സാലുവിൻ്റെ അടുക്കിലേക്ക് അംബയെ പറഞ്ഞയക്കുന്നു. എന്നാൽ ഒരാൾ പിടിച്ചുകൊണ്ടുപോയി എന്ന കാരണത്താൽ ആ രാജകുമാരൻ അംബയെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. തിരികെ ഹസ്തിനപുരത്തിലെത്തിയ അംബ ഭീഷ്മരോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആജീവനാന്തം ബ്രഹ്മചാരിയായിരിക്കുമെന്ന് ശപഥം ചെയ്തിട്ടുള്ളതിനാൽ വിവാഹം ചെയ്യാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. തൻ്റെ ജീവിതം തകരുവാൻ കാരണക്കാരനായ ഭീഷ്മരെ അടുത്ത ജന്മത്തിൽ വധിക്കാൻ താൻ കാരണക്കാരനാകാൻ ഇടവരുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അംബ രാജകുമാരി ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്തു. അടുത്ത ജന്മത്തിൽ ശിഖണ്ഡി എന്ന നപുംസക രൂപത്തിൽ ജന്മമെടുത്ത അംബയെ മുൻനിർത്തിയിട്ടാണ് ഭീഷ്മരെ യുദ്ധത്തിൽ വധിക്കുന്നത്. അംബികയെയും അംബാലികയെയും വിവാഹം കഴിച്ചുവെങ്കിലും വിചിത്രവീരന് സന്താനഭാഗ്യമുണ്ടായില്ല. അദ്ദേഹം അകാലത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. സത്യവതി മാതാവ് ഇതിനാൽ വളരെ ദുഃഖിതയായിരുന്നു. രാജ്യഭാരമേൽക്കാൻ അടുത്ത തലമുറയിൽ ആരുമില്ലെന്ന തിരിച്ചറിവ് സത്യവതിയെ വല്ലാതെ വേദനിപ്പിച്ചു. തൻ്റെ അച്ഛൻ്റെ നിർബന്ധ ബുദ്ധി കൊണ്ട് ദേവവ്രതനെടുത്ത ഉഗ്രശപഥം ഒഴിവാക്കി വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട സത്യവതിയോട് പ്രതിജ്ഞാലംഘനം ഒരിക്കലും സാധ്യമല്ല എന്ന് ഭീഷ്മർ തീർത്തു പറയുന്നു. കുലം സന്താനങ്ങളില്ലാതെ നശിക്കും എന്നൊരവസ്ഥ നേരിടുന്ന പക്ഷം ബ്രഹ്മജ്ഞാനമുള്ള താപസികളിൽ നിന്നും പുത്രലാഭം നേടുന്നതിൽ അധാർമികമായി ഒന്നുമില്ല എന്ന് ഭീഷ്മർ പറഞ്ഞതിന് പ്രകാരം സത്യവതി തനിക്ക് ശന്തനുവുമായുള്ള വിവാഹത്തിന് മുൻപ് പരാശരമുനിയിൽ ജനിച്ച വേദവ്യാസനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചു.
കുലം നിലനിർത്താൻ അംബിക അംബാലികമാരിൽ പുത്രന്മാരെ നൽകി അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മാതാവിൻ്റെ അഭ്യർത്ഥന അനുസരിക്കാൻ തയ്യാറായ വേദവ്യാസനിൽ നിന്നും അംബികയ്ക്ക് ധൃതരാഷ്ട്രരും അംബാലികയ്ക്ക് പാണ്ഡു എന്ന പുത്രനും ജനിച്ചു. വീരന്മാരായി വളർന്ന കുമാരന്മാർക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ ധൃതരാഷ്ട്രർ ഗാന്ധാരദേശ രാജകുമാരിയായ ഗാന്ധാരിയെ വിവാഹം ചെയ്തു. തൻ്റെ ഭർത്താവ് അന്ധനായതിനാൽ ഇനി മേലിൽ താനും ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം കണ്ണുകൾ മൂടിക്കെട്ടിയാണ് പിന്നീടുള്ള കാലം ഗാന്ധാരി ജീവിച്ചത്. പാണ്ഡു രാജകുമാരൻ കുന്തിഭോജൻ്റെ മകൾ കുന്തിയെയും മാദ്രദേശ രാജാവിൻ്റെ പുത്രി മാദ്രിയെയും വിവാഹം ചെയ്തു. ജന്മന അന്ധനായിരുന്നതിനാൽ രാജ്യഭാരമേൽക്കേണ്ട ഘട്ടം വന്നപ്പോൾ ധൃതരാഷ്ട്രർക്ക് പകരം പാണ്ഡുവിനെ രാജാവാക്കാൻ ഭീഷ്മരടക്കമുള്ളവർ തീരുമാനമെടുത്തു. ഒപ്പം ഒരു വ്യവസ്ഥയും ചെയ്തു. ഇവരിൽ ആർക്കാണോ ആദ്യം ഒരു ആൺകുഞ്ഞുണ്ടാകുന്നത് ആ കുമാരനായിരിക്കും പാണ്ഡുവിന് ശേഷം രാജാവാകുന്നത് എന്ന്. കാലം കടന്നുപോയി. ഗാന്ധാരിയും കുന്തിയും ഇരുവരും ഗർഭം ധരിച്ചു. ഇവരിൽ കുന്തിക്കാണ് ആദ്യം പുത്രൻ ജനിച്ചത്. ഇതിൽ ദുഃഖിതയായ ഗാന്ധാരി തൻ്റെ നിറവയറിൽ ആഞ്ഞടിക്കുകയും അതിനെ തുടർന്ന് ജീവനില്ലാത്തൊരു മാംസപിണ്ഡത്തെ അവൾ പ്രസവിക്കുകയും ചെയ്തു. ഗാന്ധാരിയുടെ ദുഃഖം കണ്ട് സത്യവതി വ്യാസമഹർഷിയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. വ്യാസൻ്റെ നിർദ്ദേശമനുസരിച്ച് ഗാന്ധാരി പ്രസവിച്ച മാംസപിണ്ഡത്തെ ചെറു കഷണങ്ങളാക്കി പ്രത്യേകം തയ്യാറാക്കിയ ഔഷധക്കൂട്ടുകൾ നിറച്ച 101 കുടങ്ങളിൽ നിക്ഷേപിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ് ഈ കുടങ്ങളിൽ നിന്നും 100 പുത്രന്മാരും ഒരു പുത്രിയും ജന്മമെടുത്തു. പാണ്ഡുവിൻ്റെ ഭാര്യമാരായ കുന്തിക്കും മാദ്രിക്കും മറ്റു 4 മക്കൾ കൂടി ജനിക്കുകയും ചെയ്തു. ധൃതരാഷ്ട്രർക്ക് ജനിച്ച മക്കളെ കൗരവർ എന്നും പാണ്ഡുവിൻ്റെ മക്കൾ പാണ്ഡവർ എന്ന പേരിലും അറിയപ്പെട്ടു. അടുത്ത യുവരാജാവായി വാഴിക്കുന്നത് പാണ്ഡവരിലെ മൂത്ത പുത്രനായ യുധിഷ്ഠിരനായിരിക്കും എന്ന തിരിച്ചറിവ് കൗരവ കുമാരന്മാരിലെ മൂത്തവനായ ദുര്യോധനനെ ഏറെ അസൂയാലുവാക്കി. ഹസ്തിനപുരം പാണ്ഡവരുമായി പങ്കുവയ്ക്കേണ്ടി വരുമല്ലോ എന്ന ചിന്തയാൽ ദുര്യോധനൻ ഏറെ അസ്വസ്ഥനുമായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നൂറ്റുവർ പാണ്ഡവരോട് പെരുമാറിയിരുന്നതും. കുന്തിദേവിക്ക് പാണ്ഡുവുമായുള്ള തൻ്റെ വിവാഹത്തിന് മുൻപ് സൂര്യദേവൻ്റെ അനുഗ്രഹത്താൽ ജനിച്ച കർണനെ അംഗരാജാവിൻ്റെ പദവി നൽകി ദുര്യോധനൻ കൂടെ ചേർത്തതോടെ കൗരവർ കൂടുതൽ ബലശാലികളായി. ഇതിനിടയിൽ തൻ്റെ കർത്തൃദോഷം മൂലം പാണ്ഡു മഹാരാജാവ് മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി മാദ്രിയും സ്വയം മരണം വരിക്കുകയും ചെയ്തു. കുമാരന്മാർ രാജ്യഭാരമേൽക്കാനുള്ള പ്രായമാകാതിരുന്നതിനാൽ ഗത്യന്തരമില്ലാതെ ധൃതരാഷ്ട്രർ തന്നെ രാജ്യഭാരമേൽക്കുന്നു. ഭീഷ്മപിതാമഹനും കൃപരും വിതരനും എല്ലാം അദ്ദേഹത്തെ രാജ്യഭരണം നടത്തുന്നതിൽ സഹായിക്കുന്നുമുണ്ട്. പാണ്ഡവരെ ഹസ്തിനപുരിയിൽ നിന്നും അകറ്റി നിർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് തൻ്റെ വിശ്വസ്തനായ മന്ത്രിയുടെ സഹായത്തോടെ പാണ്ഡവർക്കായി പുതിയൊരു കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ദുര്യോധനൻ നടത്തുന്നു. വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന അരക്ക് പോലുള്ള വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കൊട്ടാരം പണി പൂർത്തീകരിച്ചിരുന്നത്. ബുദ്ധിമാനായ വിതുരർക്ക് ഈ ഒരു പദ്ധതിയിലെ ചതി മനസ്സിലാവുകയും രക്ഷപ്പെടാനുള്ള മാർഗം അദ്ദേഹം പാണ്ഡവർക്ക് ഉപദേശിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് പാണ്ഡവർ തീപിടിച്ച അരക്കില്ലത്തിൽ നിന്നും അമ്മയോടൊത്ത് രക്ഷപ്പെടുന്നു. തങ്ങളുടെ ചതിക്ക് വിധേയരായി പാണ്ഡവർ മരണപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ച കൗരവർ ഉള്ളാലെ സന്തോഷിച്ചു. അത് മറച്ചുവെച്ചിട്ട് അവർ ദുഃഖം അഭിനയിച്ചു. അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് വനത്തിലെത്തിച്ചേർന്ന പാണ്ഡവർ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് കുറച്ചു കാലം അവിടെ തന്നെ കഴിയവെയാണ് പാഞ്ചാല ദേശരാജാവ് തൻ്റെ പുത്രിക്കായി സ്വയംവരം നടത്തുന്നത് അറിയാനിടവരുന്നത്. ബ്രാഹ്മണരുടെ വേഷത്തിൽ പാണ്ഡവർ അതിൽ പങ്കെടുക്കുകയും വില്ലാളി വീരനായ അർജുനൻ അമ്പെയ്ത്തു പരീക്ഷയിൽ വിജയിച്ച് പാഞ്ചാല രാജകുമാരിയെ വധുവായി ലഭിക്കുകയും ചെയ്യുന്നു. ദ്രൗപദിയെയും കൂട്ടി തങ്ങളുടെ വാസസ്ഥലത്തേക്ക് തിരിച്ചെത്തിയ പാണ്ഡവർ തങ്ങളിന്ന് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നോക്കാൻ വീടിനകത്തേക്ക് കയറുന്നതിന് മുൻപേ തന്നെ കുന്തി മാതാവിനോട് വിളിച്ചാവശ്യപ്പെടുന്നു. സാധാരണ എല്ലാ ദിവസങ്ങളിലും മക്കൾ എന്ത് ഭിക്ഷ യാചിച്ചു കൊണ്ടുവന്നാലും എല്ലാവരും തുല്യമായി പങ്കിട്ടെടുത്തു കൊള്ളാനാണ് ആ മാതാവ് പറയാറുള്ളത്. പതിവ് പോലെ തന്നെ അന്നും പറഞ്ഞു കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അത് തുല്യമായിട്ട് പങ്കിട്ടെടുത്തു കൊള്ളാൻ. തുടർന്ന് അമ്മയുടെ വാക്കനുസരിച്ച് ദ്രൗപദിയെ 5 സഹോദരന്മാരും ഭാര്യയായി സ്വീകരിച്ചു. ദ്രൗപദി സ്വയംവരത്തിൻ്റെ വാർത്തയറിഞ്ഞതോടെ പാണ്ഡവർ മരിച്ചിട്ടില്ല എന്ന് തിരിച്ചറിവ് ദുര്യോധനനുണ്ടായി. മനസ്സില്ലാ മനസ്സോടെ അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ ധൃതരാഷ്ട്രർ കൽപ്പിച്ചു. കൗരവർ പാണ്ഡവർ തമ്മിൽ വർദ്ധിച്ചു വരുന്ന സ്പർദ്ധ കണ്ടിട്ട് ഭീഷ്മരുടെയും വിതുരരുടെയും നിർദ്ദേശപ്രകാരം രാജ്യം 2ആയി പകുത്ത് ഖാണ്ഡവപ്രസ്ഥം എന്ന ഒരു പ്രദേശം പാണ്ഡവർക്ക് നൽകി. ശ്രീകൃഷ്ണൻ്റെ ആവശ്യപ്രകാരം അസുരശില്പി മയൻ അതിഗംഭീരവും മനോഹരവുമായ കൊട്ടാരം അവിടെ നിർമ്മിച്ചു നൽകി.
തങ്ങൾക്ക് ലഭിച്ച രാജ്യത്ത് മാതൃകാപരമായ ഭരണം കാഴ്ചവെച്ച യുധിഷ്ഠിരൻ അവിടെ താൻ നടത്തുന്ന രാജസൂയത്തിൽ പങ്കെടുക്കാൻ ദുര്യോധനനെയും കൂട്ടരെയും ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച് പാണ്ഡവരുടെ കൊട്ടാരത്തിലെത്തിയ ദുര്യോധനൻ പാണ്ഡവരുടെ ഐശ്വര്യത്തിൽ അസൂയാലുവായി. ഏതു വിധേനയും പാണ്ഡവരുടെ പക്കൽ നിന്നും രാജ്യം കൈക്കലാകണമെന്ന് ചിന്തിക്കുകയും ചെയ്തു. അതിനുവേണ്ടി കുബുദ്ധിയായ അമ്മാവൻ ശകുനിയുടെ സഹായത്തോടെ യുധിഷ്ഠിരനെ ചൂത് കളിക്കാൻ ക്ഷണിക്കുന്നു. ഇതിലെ അപകടം തിരിച്ചറിഞ്ഞ സഹോദരന്മാരുടെ മുന്നറിയിപ്പിനെ യുധിഷ്ഠിരൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ചൂതിനായി പാണ്ഡവർ ഹസ്തിനപുരിയിൽ എത്തിച്ചേരുന്നു. ദുര്യോധനു വേണ്ടി ചൂതിരുന്ന ശകുനി എല്ലാ മത്സരങ്ങളിലും കള്ളച്ചൂത് കളിച്ച് യുധിഷ്ഠിരനെ പരാജയപ്പെടുത്തി. തൻ്റെ സർവ്വസമ്പത്തും പണയപ്പെടുത്തി ചൂത് കളിച്ച യുധിഷ്ഠിരൻ ഒടുവിൽ തൻ്റെ ഭാര്യയെയും പണയവസ്തുവായി ചൂത് കളിച്ചു. ആ കളിയിലും തോറ്റതോടെ തങ്ങളുടെ ദാസിയായി തീർന്ന ദ്രൗപദിയെ ദുശാസനൻ തലമുടിയിൽ ചുറ്റിവലിച്ച് സഭയിൽ കൊണ്ടുവന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ അതിൽ നിന്നും രക്ഷ നേടിയ ദ്രൗപദി ദുശാസനൻ്റെ ചങ്കു പിളർന്ന ചോര കൊണ്ടല്ലാതെ തൻ്റെ അഴിഞ്ഞ തലമുടി ഞാൻ കെട്ടില്ല എന്ന് ആ സഭയിൽ വെച്ച് ശപഥം ചെയ്യുന്നു. ധൃതരാഷ്ട്രരുടെ ഇടപെടലിനെ തുടർന്ന് നഷ്ടപ്പെട്ട സമ്പത്തെല്ലാം മടക്കി നൽകി പാണ്ഡവരെ തിരിച്ച് അയക്കുന്നു. ചതികൾ അവിടം കൊണ്ടും തീരുന്നില്ല. ദുര്യോധനൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വട്ടം കൂടി യുധിഷ്ഠിരനെ ചൂതിന് ക്ഷണിക്കാൻ ഹസ്തിനപുരിയിൽ നിന്ന് ദൂതനെ അയക്കുന്നു. അങ്ങനെ ക്ഷണം സ്വീകരിച്ച് രണ്ടാമതും ചൂത് കളിച്ച യുധിഷ്ഠിരൻ അതിലും സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങി. അന്നത്തെ മത്സരത്തിൽ തോൽക്കുന്നയാൾ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും അനുഷ്ഠിക്കണമെന്നായിരുന്നു കരാർ. ഈ അജ്ഞാതവാസക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും വനവാസം തുടരണം എന്നുമായിരുന്നു. ഒടുവിൽ ചൂതിൽ പരാജയപ്പെട്ട യുധിഷ്ഠിരൻ ഭാര്യയ്ക്കും സഹോദരന്മാർക്കുമൊപ്പം വനവാസത്തിനായി പുറപ്പെടുന്നു. വനവാസവും അജ്ഞാതവാസവുമെല്ലാം ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ വിജയകരമായി പൂർത്തീകരിച്ച പാണ്ഡവർ തങ്ങളുടെ രാജ്യം തിരികെ ലഭിക്കാൻ ദുര്യോധനനെ സമീപിച്ചു. ഈ ആവശ്യം സൂചിപ്പിച്ചുകൊണ്ട് പാണ്ഡവരുടെ ദൂതനായി തന്നെ കാണാനെത്തിയ ശ്രീകൃഷ്ണനെ പാണ്ഡവർക്ക് സൂചി കുത്താനുള്ള ഇടം പോലും നൽകില്ല എന്ന് പറഞ്ഞ് അപമാനിച്ചയക്കുന്നു ദുര്യോധനൻ. ഒടുവിൽ മുന്നിൽ മറ്റൊരു മാർഗവും കാണാഞ്ഞ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചെടുക്കാനായി പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധത്തിന് ഒരുമ്പെടുന്നു. യുദ്ധത്തിൽ തൻ്റെ സഹായം അഭ്യർത്ഥിച്ചു വന്ന ദുര്യോധനന് തൻ്റെ മുഴുവൻ സൈന്യത്തെയും ശ്രീകൃഷ്ണൻ വിട്ടു നൽകുന്നു. ആയുധമെടുത്ത് പോരാടില്ല എന്ന പ്രതിജ്ഞ ചെയ്ത് അർജുനൻ്റെ തേരാളിയായി ഭഗവാൻ പാണ്ഡവപക്ഷത്ത് ചേർന്നു. ദുര്യോധനൻ്റെ കരുത്തായ ആത്മമിത്രം കർണനെ അയാൾ പാണ്ഡവരുടെ മാതാവായ കുന്തിദേവിക്ക് സൂര്യദേവൻ്റെ അനുഗ്രഹത്താൽ ജനിച്ച സീമന്തപുത്രനാണെന്ന ജന്മരഹസ്യം ബോധ്യപ്പെടുത്തി പാണ്ഡവപക്ഷം ചേർക്കാൻ ശ്രീകൃഷ്ണൻ ശ്രമിച്ചുവെങ്കിലും സത്യസന്ധനായ കർണൻ ആപത്സന്ധിയിൽ സുഹൃത്തായ ദുര്യോധനനെ കൈയൊഴിയുവാൻ തയ്യാറായില്ല. അർജുനൻ്റെ തേരാളിയായി യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ പാണ്ഡവരുടെ വിജയത്തിനായി ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട്. ബന്ധുജനങ്ങളെ എതിരിടാൻ കഴിയാതെ തേരിൽ തളർന്നിരിക്കുന്ന അർജുനനെ ഗീതോപദേശം നൽകി കർമ്മനിരതനാക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മാവ്. ഏറ്റവും ഒടുവിൽ യുദ്ധത്തിൻ്റെ 18-ാം നാൾ ദുര്യോധനൻ ഭീമസേനൻ്റെ ഗദാപ്രഹരത്തിൽ തുട തകർന്ന് യുദ്ധഭൂമിയിൽ വീഴുന്നു. രാജാവ് വീണതോടെ യഥാർത്ഥ യുദ്ധം അവസാനിച്ചുവെങ്കിലും കൗരവപക്ഷത്ത് മരിക്കാതിരുന്ന 3 പേർ പാണ്ഡവരുടെ ശിബിരത്തിൽ കയറി കൂട്ടക്കൊല നടത്തി ശിബിരത്തിന് തീവച്ചു. ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവ്, കൃപര്, കൃതവർമാവ് എന്നിവരായിരുന്നു ആ 3 പേർ. യുദ്ധം കഴിഞ്ഞ രാത്രിയിൽ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ശിബിരത്തിന് പുറത്തായിരുന്നു പാണ്ഡവരും സാത്വികിയും കഴിച്ചുകൂട്ടിയിരുന്നത്. ആയതിനാൽ 3 സംഘം നടത്തിയ കൂട്ടക്കൊലയിൽ പാണ്ഡവർ മാത്രം ശേഷിച്ചു. അരുംകൊല നടത്തിയ അശ്വത്ഥമാവിനെ കൊന്ന് അവന് സഹജമായ ചൂടാമണി കൊണ്ടുവന്ന് യുധിഷ്ഠിരനെ അണിയിക്കാതെ താൻ ജലപാനം ചെയ്യില്ല എന്ന് ദ്രൗപദി ശപഥം ചെയ്യുന്നുണ്ട്. ഇത് കൃത്യം നിർവഹിക്കാൻ പുറപ്പെടുന്ന ഭീമസേനനെ തടയാൻ ശ്രീകൃഷ്ണനും അർജുനനും ശ്രമിച്ചുവെങ്കിലും അയാൾ വഴങ്ങിയില്ല. ഒടുവിലവർ അശ്വത്ഥമാവിനെ കണ്ടെത്തുക തന്നെ ചെയ്യുന്നു. അയാൾ അവർക്കെതിരെ ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് അതേ അസ്ത്രം തന്നെ തിരിച്ചു പ്രയോഗിക്കുന്നു അർജുനൻ. സർവനാശം തടയാൻ ആ സമയം അവിടെ പ്രത്യക്ഷപ്പെട്ട നാരദ മുനിയുടെയും വ്യാസ മഹർഷിയുടെയും നിർദ്ദേശപ്രകാരം അർജുനൻ താൻ അയച്ച അസ്ത്രം പിൻവലിച്ചു. എന്നാൽ അതിന് സാധിക്കാതിരുന്ന അശ്വത്ഥമാവ് അസ്ത്രത്തെ അർജുനൻ്റെ പുത്രനും ശ്രീകൃഷ്ണൻ്റെ മരുമകനുമായ അഭിമന്യുവിൻ്റെ ഗർഭവതിയായിരുന്ന ഭാര്യയുടെ ഉദരത്തിലേക്ക് തിരിച്ചുവിടുന്നു. ഇതിൽ രോഷാകുലനായ ശ്രീകൃഷ്ണൻ അശ്വത്ഥമാവിനെ ശപിച്ചു. 3000 സംവത്സരങ്ങൾ ചോരയും ചലവും ഒലിക്കുന്ന വ്രണങ്ങളോടെ ഭൂമിയിൽ അലയാനിടവരട്ടെ എന്ന്. തുടർന്നങ്ങോട്ട് രാജ്യത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന പാണ്ഡവർ
വളരെയേറെ വർഷം ഭരിച്ചതിന് ശേഷം അഭിമന്യുവിൻ്റെ പുത്രൻ പരീക്ഷിത്തിന് രാജ്യഭരണം കൈമാറി സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്യുന്നു. ഒരു കടലോളം ആഴമുള്ള ഇതിഹാസ ഗ്രന്ഥം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വിവരിക്കുക എന്നുള്ള ഒരു പമ്പര വിഡിത്തമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് എങ്ങനെ മാത്രം കാണേണ്ടുന്നൊരു വിഷയമല്ല, ഒരു ഗ്രന്ഥമല്ല, ആഴത്തിൽ പഠിക്കപ്പെടണം, ആഴത്തിൽ വായിക്കപ്പെടണം എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോയിൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥ കേട്ടുകൊണ്ടേയിരിക്കാം. നമസ്കാരം.